ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷവർമ ബോളിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. അതിനുശേഷം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് മതിയാവും. ഇത് നല്ല ചെറുതായിട്ടാണ് അരിയേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം ആണ്. ഞാനൊരു ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിയാം. അതിനുശേഷം നമുക്ക് ഒരു അനിയൻ ആവശ്യമുണ്ട്. അതും നന്നായി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം വെജിറ്റബിൾസൊക്കെ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ ചിക്കൻ 65ൻ്റെ പൗഡറാണ് ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയത്ത് നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മഞ്ഞ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ 3-4 അള്ളി വെളുത്തുള്ളി ഇടാം. പിന്നെ അതേപോലെ തന്നെ 1 സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ആവശ്യമായ തിക്നെസ്സിനനുസരിച്ചിട്ട് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മളിതാ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അടിച്ചു വെച്ച മയോണൈസ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയും പുതിനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബൗൾ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് അതിനുശേഷം കുറച്ച് മൈദ എടുത്തിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്യാം. അതിനുശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവറേജ് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഷേപ്പ് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഷവർമ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.